ചാലക്കുടിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു താരോദയം മണിച്ചേട്ടന് ശേഷം അങ്ങനെയാണ് ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നത്. നാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ചാലക്കുടിക്കാരെന്താ പറയുന്നത്? ചാലക്കുടിക്കാർക്ക് ഭയങ്കര ഒരു അഭിമാനം പോയിട്ടുള്ള അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. മീൻസ് അവർ കാണുമ്പോഴും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ് പറയണത്. ഇനിയും സിനിമ കിട്ടുന്നതിനുള്ള ആശംസ എന്താ പറയുക, ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. സിനിമയിൽ ഡാൻസ് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡാൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറെ ഇമോഷണൽ കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. അതായത് സുര ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മനോവ്യാപാരങ്ങളുണ്ട്, അയാൾ ഒറ്റയ്ക്കായി പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പൊ അതങ്ങനെ മുമ്പ് ചെയ്തിട്ടില്ലല്ലോ. ഗാനമേള ചെയ്തിട്ടുണ്ട്, ഡാൻസ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, നാടകങ്ങളിലും അങ്ങനെ അഭിനയിച്ചായിട്ടൊന്നും എന്റെ അറിവില്ല. അപ്പൊ ഇതെങ്ങനെയാ ഉൾക്കൊണ്ട് അഭിനയിക്കുന്നത്? ഒന്ന്, ഞങ്ങൾക്ക് ഈ 3 മാസം ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. കാരണം എല്ലാവരും പുതുമുഖങ്ങളായതുകൊണ്ട് അവർക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആക്ടിങ്ങിനോ ഇതിനൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അത് കാരണം എനിക്ക് അതിലൊരു ആക്ടിങ് ക്ലാസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരുപാട് സഹായിച്ചു ഈ ഒരു സിനിമ ചെയ്യാനായിട്ടൊക്കെ. പിന്നെ അതിനേക്കാളപ്പുറമായിട്ട് ഈ ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ അത് വിഷമിച്ചിരിക്കുക, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന കാര്യമായതുകൊണ്ട് അഭിനയിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അത് അനുഭവിച്ചവർക്ക് അതറിയാണ്ട് ആ സമയം വരും. സൂര്യയെ കാണുമ്പോഴേ അതിലിടയ്ക്ക് സിബിയും കൂടി കാണാൻ പറ്റും, സിബിയുടെ ജീവിതം കൂടി കാണാൻ പറ്റും. അത് ഇതിന്റെ ഈ പ്രോസസ്സ് ഈ സമയത്ത് സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ഡയറക്ടർ സാറ് പറഞ്ഞത് ആദ്യം ഇത് തന്നെയായിരുന്നു. പിന്നെ ഡയറക്ടർ സാറാണ് എന്നെ നേരിട്ട് സെലക്ട് ചെയ്ത് തന്നെ കാസ്റ്റ് ചെയ്തത്. ഓഡിഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് ഓഡിഷൻ ഉണ്ടായില്ല. ഞാൻ പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് ഞാൻ കോമഡി ഉത്സവം എന്ന പരിപാടി ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് സാറിന് ഇഷ്ടമായിട്ടാണ് വിളിച്ചത്. ഒരു സെക്കൻഡ്, എൻ്റെ കണ്ണെന്ന് പറയണം. ഓക്കെ. അപ്പം അത് കണ്ടിട്ടാണ് സാർ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് എനിക്കൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു. ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ട് എന്നോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതിൽ ജസ്റ്റ് ഒന്ന് അതിൽ ഞാനൊരു മെക്കാഡ് പണിയാണ്, അതിൻ്റെയാണ് ആ ക്യാരക്ടർ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അത് ഞാൻ ചെയ്ത് കാണിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല. പക്ഷെ സാർ ആദ്യം പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിരിക്കും അഭിനയിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ കുഴപ്പമില്ല, നീ അഭിനയിക്കണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ പറഞ്ഞു. അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് സാറ് ഭയങ്കര കംഫർട്ട് തന്നായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു സമയങ്ങളിലൊക്കെ. ഷൂട്ടിംഗ് ആയാലും സാറ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ സുനിത മാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഡാൻസേഴ്സിന്റെ ജീവിതം ഇപ്പൊ നമുക്ക് തന്നെ പേരെടുത്തറിയാവുന്ന എത്ര ഡാൻസേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമുക്കൊരു പ്രഭുദേവ അറിയാം, അദ്ദേഹം ഒരു സ്റ്റാറാണ്. നമുക്കൊരു ബന്ദ മാസ്റ്റർ ഉണ്ടാവും, ഒരു രാജാ മാസ്റ്റർ, അങ്ങനെ കുറച്ച് പേരുടെ പേരെടുത്തറിയാം. അവരൊക്കെ മാസ്റ്റേഴ്സ് ആയാലും അവർക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതായിരുന്നു, സുന്ദരം മാസ്റ്റർ അങ്ങനെയൊക്കെ. അതല്ലാതെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് ചെയ്യുന്ന ഡാൻസേഴ്സിന്റെ പേരോ അവരിപ്പോ എവിടെയാണെന്നോ അവരെങ്ങനെയാണെന്നോ അവരെങ്ങനെ ജീവിക്കണമെന്നൊന്നും ഒരു പരിധി വരെ അറിയില്ല. ശരിക്കും ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് ചെയ്യുന്ന ആളുകളുടെ ജീവിതം ഈ ഡാൻസ് കളിക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ. നായകൻ സന്തോഷത്തിലാണ്, നായിക സന്തോഷത്തിലാണെങ്കിൽ ഡാൻസേഴ്സ് സന്തോഷത്തിലായിരിക്കണം. നിങ്ങളുടെ ജീവിതം അത്ര സന്തോഷത്തിലായിരിക്കില്ല പലപ്പോഴും. അത് എന്താ പറയാ, എല്ലാവരും ഒരു ദിവസം വരും, മുമ്പിലോട്ട് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പലരും ഇത് നിർത്താണ്ട് പിന്നെ വന്ന് ചെയ്യണത്. ചിലവർക്ക് അത് കിട്ടില്ല, ചിലർക്ക് അത് കിട്ടുന്നു. പക്ഷെ എന്നാലും ഒരു വിഷമം ഉണ്ടാവും അവരുടെ ഉള്ളിൽ, എപ്പോഴെങ്കിലും ഞാൻ സ്റ്റാർ ആകും എന്നുള്ളൊരു ഒരു എന്താ പറയുക ഹോപ്പാണ് അവർ ശരിക്കും പറഞ്ഞാൽ ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. അതെല്ലാ ഡാൻസും, ഞാൻ മാത്രമല്ല എല്ലാ ഡാൻസേഴ്സും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ഒരു ദിവസം വരും. അതുകൊണ്ട് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ഓടിച്ചെന്ന് ചെയ്യും. കാരണം നമ്മൾ ഒരു ദിവസം വരുമല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെയാണ് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് തന്നെ. ഈ സൂര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പെർഫോമർ ആവുക എന്നുള്ളതാണ്. സിബിക്ക് സിനിമയായിരുന്നു ആഗ്രഹം, അത് പെർഫോമർ ആവാൻ തന്നെയായിരുന്നു? ഞാനും പെർഫോമർ തന്നെയാണ് ആഗ്രഹിച്ചത്. കാരണം ഞാൻ ജാക്സൺ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അമേരിക്കയിൽ പോയി ഒരു വലിയ ഷോ ചെയ്യണം. ജാക്സനെ പോലെ തന്നെ ആൾക്കാർ ഫാൻസിൻ്റെ ഉള്ളിൽ വന്ന് വലിയൊരു ഷോ ചെയ്യണ പോലെ, അങ്ങനെയൊക്കെയാണ് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നത്. ഒരിക്കലും സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. കാരണം കൂടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്, അവർ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച ആൾക്കാരാണ്. സോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകാനായിട്ടൊക്കെ. ഈ സ്ലാങ് ഉണ്ടല്ലോ ട്രിവാൻഡ്രം, അതെങ്ങനെയാ പഠിച്ചത്? അതിനും ഒരു സുനിയാണെന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള മാരി സുനി എന്ന് പറഞ്ഞു. അപ്പോൾ ആളാണ് ഇതിൽ ശരിക്കും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് തന്നെ എല്ലാം പറഞ്ഞു തന്നതൊക്കെ. എനിക്കും അനുതാതായിരുന്നു, മറ്റേ മെയിൻ ക്യാരക്ടർ ജയ്ക്ക്.
അവനുമായിരുന്നു അവൻ കോഴിക്കോട്, ഞാൻ ചാലക്കുടിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിരുന്നു ഇതായിരുന്നു പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് പിക്ക് ചെയ്തു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തൃശ്ശൂരായതുകൊണ്ട് തന്നെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അറിയാണ്ട് തൃശ്ശൂർ വരും. അപ്പോൾ സാറ് പറയും മോനെ ഇവിടേക്ക് വാ, ട്രിവാൻഡ്രത്തേക്ക് വാന്നുള്ളൊരു എപ്പോഴും പറയായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാംഗ്വേജ് പ്രോബ്ലം എനിക്ക് പ്രശ്നമായിരുന്നു. സുര എന്ന് പറയുന്ന ക്യാരക്ടർ വിട്ടു പോകാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അതുണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടായിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് പോലും എനിക്ക് ഭയങ്കര വിഷമം പോലെയായിരുന്നു കുറേ നാളത്തേക്കൊക്കെ. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യണേ, അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ മൂടിയിരിക്കുക, എനിക്ക് അതൊരു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്തെ ഈ പല ജോലികളും ചെയ്തുകൊണ്ടിരിക്കല് അതിന്റെ ഇടയിലും ചെറിയ ചെറിയ ഡാൻസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സീക്വൻസുകൾ ഉണ്ടല്ലോ, അതായത് പണികൾ എടുക്കുന്നതിനിടയില് സമയം, അപ്പൊ ആളുകൾ ചീത്ത വിളിക്കുകയും മോശം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഒറിജിനൽ ആയിട്ട് നടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്താലും ഞാൻ ചിലപ്പോൾ 3 വാക്ക് ചെയ്തു പോകും. ചിലപ്പം നമ്മൾ സൈഡ് വാക്കൊക്കെ ചെയ്ത് എന്തെങ്കിലും ഇപ്പൊ കണ്ണാടി കണ്ട ഉറപ്പാണ്. നമ്മൾ ഇപ്പൊ ചെരുപ്പടലൊക്കെ കണ്ണാടി കണ്ടാവല്ലോ. അപ്പൊ ഞാൻ ചെരുപ്പടയിൽ നിൽക്കുന്ന സമയത്ത് കണ്ണാടി കണ്ടൊരു വേഗം അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ വാച്ചടയിൽ നിൽക്കണേ, അപ്പൊ അവിടെയും കണ്ണാടി ഉണ്ട്. അപ്പൊ നമുക്ക് കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാണ്ട് ആ ഒരു ഇത് വരും. അപ്പൊ നമ്മൾ ചുമ്മാ ഇത്, കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡാൻസ് ഫ്ലോറിലും ഒരു കണ്ണാടി ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ടാണ് നമ്മളെ അങ്ങനെ സ്റ്റൈൽ പഠിക്കുന്നത്. അപ്പോൾ ഈ കണ്ണാടി കണ്ട ഏത് ഡാൻസും, ഞാൻ മാത്രമല്ല എല്ലാ ഡാൻസേഴ്സും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് മൂവ്മെന്റ് ചെയ്യും. അപ്പം നമ്മളതിൽ ചെയ്യുമ്പോൾ ചിലപ്പം ആരെങ്കിലും പണ്ടൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ അത് ഇപ്പം അടിപൊളിയാണ് അങ്ങനെ പറയുള്ളൂ. അല്ലാണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ എന്തുകൂടാ നീ ഒന്നും ജോലി ചെയ്യാൻ പറയും. മീൻസ് അവർക്ക് അത് കണ്ടിരിക്കാൻ ഇഷ്ടമല്ല. അത് ജോലിയുടെ ഒരു ഭാഗമായിരിക്കാം. ഈ ഇപ്പോ വാച്ച് ഷോപ്പിൽ സെയിൽസ്മാൻ ആണ്. അതെ, നിലവില് ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. എവിടെ? ചാലക്കുടിയോ? ഇല്ല, ഞാനിപ്പോ ചാലക്കുടിയിലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ആ സമയത്താണ് ഇത് കിട്ടി. ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴില്ല. ഇപ്പൊ ഇങ്ങനെ പ്രൊമോഷന്റെ കാര്യമായിട്ട് മൂവിയുടെ കാര്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ. ഈ സിനിമ റിലീസ് ആവാൻ 3 വർഷത്തെ ഡിലേ ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പ് നിങ്ങൾ ഒരു പ്രൊമോ ഇറക്കിയിട്ടുണ്ടായിരുന്നു മൂൺ വാക്കിനുണ്ട്. അന്ന് ലിജു ജോസ് പെല്ലിശ്ശേരി എന്നുള്ള വലിയ പേര് സിനിമയുടെ കൂടെ ചേർന്ന് പറഞ്ഞിട്ടില്ല. ആ 3 വർഷങ്ങൾ ഒരു സിനിമ ഇറങ്ങാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. അത് ഭയങ്കര വലുതല്ലേ? ഒരുപാടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് പറയുന്നത് ഇല്ല, ഇറങ്ങും, ചിലപ്പോൾ ഇറങ്ങില്ല. ഇത് പറഞ്ഞ് ലാസ്റ്റ് അത് ഇല്ലാണ്ടായി, സംസാരിക്കാണ്ടായി അതിനെക്കുറിച്ച്. അതൊരു ഇപ്പോൾ നമ്മൾ നാട്ടുകാരായാലും നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഓരോ സമയത്ത് വഴിക്കൊക്കെ നടക്കുമ്പോൾ സിനിമ ഇറങ്ങുന്നില്ലേ. ആ ഒരു ചോദ്യം ഭയങ്കര ഒരു വേദനയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു ചോദ്യത്തിന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായെങ്കിൽ ആ വിഷമം മാറിയത് നാട്ടിൽ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് സിനിമ കണ്ടു, നാട്ടുകാരെല്ലാവരും ഒരുമിച്ച്. അവർക്ക് ഭയങ്കര സന്തോഷം. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ വിഷമം പോയത് തന്നെ. കാരണം അവർക്കും മനസ്സിലായി എന്തുകൊണ്ടാണ് ഇറങ്ങിയത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര വിഷമമുള്ളൊരു കാലഘട്ടമായിരുന്നു ആ സമയത്ത്. കാരണം സിനിമ ഇറങ്ങുക, എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ ഇരുന്ന ഒരു സിനിമയായിരുന്നത്. എല്ലാവരും പുതുമുഖങ്ങളാണല്ലോ. എല്ലാവരും ആദ്യമായിട്ട് സിനിമ അഭിനയിച്ച ഒരാൾക്കാരാണ്. അതിലൊരു 1-2 ആൾക്കാരാണ് ശരിക്കും വേറെ സിനിമകളിൽ അഭിനയിച്ച ആൾക്കാർ. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്.